ശരിക്കും ഒരു ഏത് ഏജ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ് ഇങ്ങനത്തെ ഫേഷ്യൽ അല്ലെങ്കിൽ സ്കിൻ ട്രീറ്റ്മെന്റ്സ് എടുക്കാൻ പ്രിഫർ ചെയ്യുന്നത്? ഇല്ല, ഞാൻ പറയുന്നത് ഈ ഒരു 12 ഇയേഴ്സ് ആകുമ്പോൾ തൊട്ടേ കുട്ടികൾ ക്ലീനപ്പ് ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് സെബം പ്രൊഡക്ഷൻ വരുന്ന സമയമാണ്. സെബം പ്രൊഡക്ഷൻ വരുമ്പോൾ കുറേ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വരും. അത് നമ്മൾ റിമൂവ് ചെയ്തില്ലെങ്കിൽ അതിനകത്ത് ആ പസ് ഇരുന്നിട്ട് സൈഡിലുള്ള എല്ലാ സെല്ലുകളെയും ഡാമേജ് ആക്കും. അതാണ് ചിലർക്കൊക്കെ കണ്ടില്ലേ നിറയെ ഓപ്പൺ പോർട്സ് വരുന്നത്. ഈ സെല്ല് ഇതിനകത്ത് ഇൻഫെക്ഷൻ വന്നിട്ട് ഡാമേജ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 12 ഇയേഴ്സ് ആകുമ്പോഴത്തെ ഫേഷ്യലല്ല, ക്ലീനപ്പ് ചെയ്യണം. അത് നല്ലതാണ്. പിന്നെ ഒരു 18 ഇയേഴ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഫേഷ്യലൊക്കെ നന്നായിട്ട് ചെയ്യുന്നില്ല. പക്ഷേ മസ്റ്റായിട്ടും ആഫ്റ്റർ 40 മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. കാര്യം എന്ന് വെച്ചാൽ എല്ലാ ഡാമേജും വരുന്ന സമയമാണത്. ഓക്കെ, പക്ഷെ ശരിക്കും ഒരു ആഫ്റ്റർ 40 കഴിയുമ്പോഴാണ് ആൾക്കാർക്ക് മടിയൊക്കെ ഇനിയിപ്പോൾ എനിക്ക് എന്തിനാ എന്നുള്ളൊരു തോട്ടൊക്കെ വരുന്നത്. ഇപ്പം അതൊക്കെ മാറിയല്ലേ, എല്ലാവരും വരുന്നുണ്ട് അല്ലേ? ശരിക്കും അവിടെ നമ്മുടെ സലൂണിൽ വരുന്ന ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഏജ് കാറ്റഗറി ഏതായിരിക്കും? ആഫ്റ്റർ 40 തന്നെയാണ് വരുന്നത്. ഓക്കെ, ഈ ഫേസിലുള്ള ട്രീറ്റ്മെന്റ്സ് അല്ലാതെ ബാക്കി പെഡിക്യൂർ, മാനിക്യൂർ അല്ലെങ്കിൽ ഹെയർ കെയർ അതിലൊക്കെ എങ്ങനെയാണ്? പെഡിക്യൂർ, മാനിക്യൂർ അതൊക്കെ ഇപ്പം ചെയ്തേ പറ്റുള്ളല്ലോ. എല്ലാവരും ഫേസിനേക്കാൾ ശ്രദ്ധിക്കുന്നത് പെഡിക്യൂറൊക്കെ ഇപ്പം ചില ദിവസങ്ങളിലൊക്കെ ഫേഷ്യലിനേക്കാൾ കൂടുതൽ വരുന്നത് പെഡിക്യൂറാണ്. പിന്നെ ഹെയർ സ്പാ, ഹെയറിൻ്റെ